ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ 2 ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്താ വീഡിയോ ഇടാനൊന്നും ആരിനോട് ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാമല്ലോ. ഇപ്പോൾ കുറച്ച് ബിസി പണികളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ലേറ്റ് ആയതാണ്. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്നൊന്ന് പുറത്ത് പോയി വരാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അങ്ങനെ ഇതാ എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിലൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ ബീച്ചിലൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാരണം മഴയൊക്കെ പെയ്താൽ പിന്നെ മക്കളായിട്ട് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത് ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ അടുത്തൊരു ഹൈലൈറ്റ് മാളുണ്ട്, അവിടേക്കൊന്ന് ചുമ്മാ കറങ്ങി വരാമല്ലോ എന്ന് വിചാരിച്ചു. ഇവർക്കൊരു എൻജോയ്മെൻറ്റും ആവല്ലോ. അങ്ങനെ അതുകൊണ്ട് അവിടേക്ക് കയറാമെന്ന് വിചാരിച്ചു. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാൻ നമ്മൾ ആശാന്മാരുടെ വികൃതികളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഇവർ കാറിൽ അടങ്ങിയിരിക്കാറൊന്നുമില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ അപ്പുറത്തിരിക്കണം, ഇപ്പുറത്തിരിക്കണം, ഫ്രണ്ടിലിരിക്കണം, പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് അടിയൊക്കെ ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ എന്തൊക്കെയോ കാഴ്ചയൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അനിയത്തി ഉണ്ട് കൂടെ, ഞങ്ങളെ കൂടെ അനിയത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ലിഫ്റ്റിനൊക്കെ വെയിറ്റ് ചെയ്തു. ഞങ്ങളിങ്ങനെ ഏറ്റവും ടോപ്പിലായിട്ട് കയറിയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്ന് കാണാനുള്ളത്. നടന്ന് ഒരുപാട് കുറേ ഷോപ്പും കാര്യങ്ങളും ഗെയിംസ് ഒരുപാടുണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ ഗെയിംസ് ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ, മക്കൾക്കായിട്ടുള്ള. അതൊക്കെ നോക്കിയിരുന്നു കുറേ നേരം. പിന്നെ അവരെ കയറ്റണം എന്നൊക്കെ ഉണ്ട് ഇതിൽ, പക്ഷേ അവർ രണ്ടുപേരും അടി ഉണ്ടാക്കും എന്നൊക്കെ ഒരു പേടി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പുറത്തേക്കുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ അവർ അങ്ങോട്ട് ഓടി. അവിടെ ഓടിയപ്പോൾ അവർ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. എന്നാലും അവരെ കെയർ ചെയ്യണമല്ലോ, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ സ്വന്തമായിട്ട് കളിക്കാൻ വിടണം, അവർ വീട് പോലൊക്കെ അവർക്ക്. അങ്ങനെ ഞങ്ങൾ മൂന്നാമത് പോസ്റ്റായി നോക്കി നിൽക്കുകയാണ് കേസ്. അങ്ങനെ പിന്നെ അവരെ കളികളൊക്കെ കാണുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ. അവരെ ഹാപ്പിനെസ്സൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കുളിർമയാണല്ലോ. അങ്ങനെ അവരെ കളികളൊക്കെ മോളൊക്കെ ഭയങ്കര കളിയിലാണ്. അവൾ ഒരു സ്ഥലത്തൊന്നും നിൽക്കുന്നില്ല, ഉറച്ചു നിൽക്കണമെന്നില്ല. അവളേതായിട്ടുള്ള കളികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമൊക്കെ ചെയ്യണം എന്നുള്ളൊരു വാശിയാണ് അവൾക്ക്. ഇവിടെ കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ കയറിയിരുന്നതാണ്. അതൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടു. അവിടെ നിന്നൊന്നും നടന്നില്ല. ലാസ്റ്റ് അവർ പോണ വഴിക്ക് നമ്മളിങ്ങനെ പോവാന്ന് പറഞ്ഞോണോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നമുക്കൊന്നും നടക്കുന്നൊന്നുമില്ല. ലാസ്റ്റ് അവിടെ കുറേ ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടപ്പം അവർക്ക് ഒന്നുപോലെ 2 ബലൂണൊക്കെ വേണമെന്ന് പറഞ്ഞ് രണ്ടാളും അവിടെ നിന്ന് എടുക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഐസ്ക്രീം കണ്ടപ്പോൾ അവർക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞ് മോന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് മക്കൾക്ക് കൊടുത്തു. മോൻ സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ട്, മോക്ക് തന്നെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവള് വിചാരിച്ചു അവളടുത്ത് ആരോ അവിടെ ഇരിക്കാന്നൊക്കെ, പക്ഷെ അതൊരു പ്രതിമയാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല കേസ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ല കേസ്. ഇവരെയായിട്ട് നമുക്കൊക്കെ ഇങ്ങനെ കണ്ടു വരാമെന്നുള്ളത്, ബാക്കിയുള്ളതൊക്കെ അവരെ കണ്ടുപൊത്തി ഇങ്ങ് പോരാ, അങ്ങനെയൊക്കെ നടക്കുള്ളൂ ഇവിടെ. പിന്നെ ഞങ്ങൾ താഴെ നെസ്റ്റോ ഉണ്ട്, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കയറാമെന്ന് വിചാരിച്ചു. അവിടേക്കൊക്കെ ഒന്ന് കണ്ണോടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എന്താ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ അവിടെ നിന്നൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. എന്നാലും ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് ഓൾറൗണ്ട് കറങ്ങി കേട്ടോ. ഒന്നാകെ കറങ്ങി. പിന്നെ കുറച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവരൊക്കെ അതൊന്നും ഞാൻ അതിൽ എടുത്തിട്ടില്ല, അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നൊന്നും. അത് ഫുള്ള് ബിസി ആയിരുന്നു. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല.
ഇവിടെ കുറേ ഓഫർ ഉണ്ട് കേട്ടോ, ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട്. അതൊക്കെ ഒരുപാട് നോക്കി നിന്നു. പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മോന് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞ് കുറേ തിരയായിരുന്നു ഞങ്ങൾ. പക്ഷെ അതിൻ്റെ സീസൺ എല്ലാം തോന്നുന്നു. ഇനി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയും കിട്ടൂലല്ലോ. അങ്ങനെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് നോക്കി, അപ്പോൾ അതില്ലയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അപ്പുറത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പല വിധത്തിലുള്ള ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാൽമൺ ഫിഷ് അതെല്ലാം ഉണ്ട്. പിന്നെ ചിക്കൻ്റെ ഓരോ പാർട്ടുകൾ വെച്ചിട്ട് എടുക്കാം. പിന്നെ കുറേ ചൈനീസ് ഫുഡ് ഉണ്ട് അവിടെ. ഒരുപാടുണ്ട് ഐറ്റംസ് ഫുഡായിട്ട് കഴിക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് കുറച്ച് ചിക്കൻ നൂഡിൽസാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തൊക്കെ ടേസ്റ്റ് ചെയ്ത് പോന്നു. പിന്നെ അതിന് മാത്രമൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടുന്ന് വരെയായിട്ട് കുറച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്നല്ലാതെ ലാസ്റ്റ് മക്കൾക്ക് 2 മിഠായിയൊക്കെ മേടിച്ച് ഞങ്ങളിതാ ലാസ്റ്റ് പോരാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോഴാണ് നമ്മളെ ഈ കാറിൻ്റെ ഇത് കണ്ടത്. കാറ് കയറാനുള്ള അത് ഇതുവരെ കണ്ടില്ലായിരുന്നു മൂപ്പര്. അങ്ങനെ ഇത് കണ്ടപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞു ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും കയറാറുണ്ട് ഇവിടെ വരുമ്പോൾ. അങ്ങനെ ഇനി അവരെ കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അതിലൊക്കെ ഒരു റൗണ്ട് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ കയറുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കല്ലേ. നല്ല രസമാണ് നമുക്കിത് നോക്കി നിൽക്കാൻ. അവരെ ഹാപ്പിനെസ് അല്ലേ നമുക്കും വലുത്. അങ്ങനെ എല്ലാവരും ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ടയേർഡായെന്ന് പറഞ്ഞാൽ അനിയത്തിയൊക്കെ ഒരു വൈക്കായിട്ടുണ്ട്. മക്കളെ എന്ന് പറഞ്ഞാൽ മോളടങ്ങി നിൽക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഓടി ഒരു പരിവായിക്കണം. പിന്നെ ഒരു മൂൺ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് പുറത്ത്. അപ്പോൾ അതിലൊന്ന് കയറാമല്ലോ എന്ന് വിചാരിച്ച് അവിടേക്ക് ഇറങ്ങിയതാട്ടോ. അത് കയറണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് കയറാനൊരാഗ്രഹം. അതുകൊണ്ട് എന്താ സംഭവം എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അങ്ങനെയൊക്കെ പറയാമല്ലോ, അങ്ങനെ ഇറങ്ങിയതാട്ടോ. പിന്നെ ഇതാ മക്കൾ ഇതൊക്കെ വാങ്ങിച്ചിരുന്നപ്പോൾ അതൊക്കെ ടിക്കറ്റ് എടുക്കുമായിരുന്നു നിൽക്കാതെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3D പോലെയാണ് ഇത് കാണാൻ. അങ്ങനെതാ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് മോൻ കരയുന്ന, പക്ഷെ മോൻ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. മോനല്ല കരഞ്ഞത്, മോളാണ് കരച്ചിൽ വന്നത്. മോളാണ് എല്ലാത്തിലും ഭയങ്കര ധൈര്യം കാണിക്കാറ്. പക്ഷെ ഇതിൽ അവളെന്താണെന്നറിയില്ല, ഇതിൽ അവൾക്ക് കരച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഒരുവിധം അവൾക്ക് പുറത്തിറങ്ങണം എന്നൊക്കെയുള്ള ആ ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ. കരയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. മോനിതാ ഒരു കുഴപ്പമില്ല, അവന് നല്ല ഇൻട്രസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. സംഭവം ഒരു 10 മിനിറ്റിൻ്റെ ഒരു സംഭവമാണ്. പക്ഷേ കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. മോള് കണ്ടോ നന്നായിട്ട് കുറച്ചൊക്കെ ഒന്ന് ഒരു പേടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് വേഗം ഇറങ്ങി ഞങ്ങൾ. പിന്നെ മോളൊക്കെ കരച്ചിലൊക്കെ കണ്ടപ്പം അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.